LIC ഏജന്റായ PS ഗോപാലകൃഷ്ണൻ ജോലിക്കിടയിലാണ് കൃഷിപരിപാലനം നടത്തുന്നത്. റബ്ബർ, തെങ്ങ്, വാഴ, കപ്പ, വിവിധയിനം പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃഷിവിഭവങ്ങൾ. 40ഓളം വിവിധയിനം ഫലവൃക്ഷങ്ങൾ ഗോപാലകൃഷ്ണന്റെ പുരയിടത്തിലുണ്ട്. വീടിന് സമീപത്തെ 2 ഏക്കറോളം വരുന്ന സ്വന്തം പുരയിടത്തിലാണ് ഗോപാലകൃഷ്ണന്റെ വിശാലമായ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 25ഓളം വിവിധയിനം പ്ലാവുകളും ഇദ്ദേഹം നട്ടുവളർത്തിയിട്ടുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട്, വാഴയുണ്ട്, റബ്ബറുണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്. കൂടാതെ ഫ്രൂട്ട്സ്, വിവിധ ഇനം ഫ്രൂട്ട്സുകൾ, ഏതാണ്ട് 40 ഐറ്റം ഫ്രൂട്ട്സുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. റംബൂട്ടാനുണ്ട്, മാംഗോസിനുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബറാബറ വിദേശ ഐറ്റാണ്, പിന്നെ ഓറഞ്ച്, അങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ഐറ്റം വാഴകളുണ്ട്. ഇതൊരു ശരിക്കും ലാഭനഷ്ടം നോക്കാതെ അതിലൊക്കെ ലാഭം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റബ്ബറും കപ്പയൊക്കെ ചെയ്യുമ്പോഴാണ്. പ്ലാവാണെന്നുണ്ടെങ്കിൽ വിവിധ ഇനം പ്ലാവുകൾ 25ഓളം പ്ലാവുകളുണ്ട്. അത് കാരണം ശരിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ശരിക്കും 12 മാസവും ചക്കയുടെ ആവശ്യം നടക്കുന്നു. അതുപോലെ തന്നെ മിക്കവാറും അത്യാവശ്യം ഫ്രൂട്ട്സുകളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, മനസ്സിനൊരു ഉന്മേഷം കിട്ടും. ഇത് കൂടാതെ നമുക്കാണെങ്കിലും രാവിലെ ആണെങ്കിൽ കുറച്ചു നേരം ഈ LICയുടെ ബിസിനസ് പോകുന്നതിന് മുമ്പ് ഈ കൃഷിയിടങ്ങളിലെ പോകുമ്പോൾ തന്നെ ശരിക്കും ആ ഫലവൃക്ഷങ്ങൾക്കാണെങ്കിൽ പോലും ഒരു സൗന്ദര്യം ഉണ്ടാവും. നമുക്കാണെങ്കിൽ അത് കാണുമ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരാനും കഴിക്കും. നല്ലൊരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. തൊഴിലും കൃഷിയും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന സന്ദേശമാണ് ഇദ്ദേഹം പുതുതലമുറയ്ക്ക് നൽകുന്നത്. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇതിലെ പ്രധാന നേട്ടം. ജോലിയോടൊപ്പം കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും വളരെ സന്തോഷം നൽകുന്നതിനാൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെയാണ് കൃഷി പരിപാലനം തുടരുന്നതെന്നും PS ഗോപാലകൃഷ്ണൻ പറയുന്നു. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.